കലാസ് വ്ളോഗിലെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നത് പലതും മറ്റേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ പുതിയ കോഴ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ജോബിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ അതിനുള്ള കാര്യങ്ങളെ കുറിച്ചാണെന്നുള്ളതാണ്. ഇത് മുഴുവൻ സമയബന്ധിതമായി നമ്മൾ തീർക്കേണ്ടതും അതിലെ സമയബന്ധിതമായി തന്നെ അപേക്ഷ കൊടുക്കേണ്ട കേസുകളാണെന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നേരത്തെ കോൺസ്റ്റബിളിന്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഗ്രാജുവേഷനുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നുള്ള മേഖലകളിലേക്ക് സബ് ഇൻസ്പെക്ടറുടെ വേക്കൻസിയിലേക്ക് അപേക്ഷയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്നാണ്. 14/5/2024 അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി എന്നാണ്. 500 രൂപയാണ് അപേക്ഷ ഫീസ്. അത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ 400 രൂപയുടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടും. പെൺകുട്ടികൾക്കും SC/ST കുട്ടികൾക്കാണെങ്കിൽ 250 അപേക്ഷ ഫീസ്. അതും ഈ പറയുന്ന 250 തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. ഗ്രാജുവേഷനാണ് അതിന് വേണ്ട യോഗ്യത എന്നാണ്. ഏജ് എന്ന് പറയുന്നത് 20-28 28 വയസ്സിനകത്തായിരിക്കണം. 20 വയസ്സ് പൂർത്തിയാണ് ഗ്രാജുവേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. എക്സാമിന് ഡേറ്റിനെ കുറിച്ച് കൃത്യമായി പറയുന്നില്ല, എങ്കിലും സെപ്റ്റംബറിൻ്റെ സമയത്തായിരിക്കും മിക്കവാറും എക്സാം ഉണ്ടാകുന്നതാണ്. 500ഓളം വേക്കൻസികളാണ് ഇപ്പോൾ അവർ സൂചിപ്പിക്കുന്നത്. ഈ വേക്കൻസികൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓൺലൈനിൽ നമ്മൾ കൊടുക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുക, പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുക, ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അത്രയും ഭാഗങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളുടെ അതിലുള്ള എൻട്രി കറക്റ്റ് ആവുന്നതാണ്. ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. 90 മിനിറ്റാണ് ഉണ്ടാകുക. 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുക എന്നതാണ്. 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാത്സിന് 35 മാർക്ക്, അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസിൻ്റെ റീസണിങ്ങിന് 35 മാർക്ക്, ജനറൽ അവയറൻസ് അതായത് ജനറൽ നോളജിന് 50 മാർക്ക് ഇതാണെന്നുള്ളതാണ്. മീഡിയം എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷോ ഹിന്ദിയോ തിരഞ്ഞെടുക്കണം നിർബന്ധമില്ല. മലയാളത്തിലും നമുക്ക് എഴുതാം. അതായത് ഇന്ത്യൻ ലാംഗ്വേജിലെല്ലാം തന്നെ 13 ഭാഷകളിലും നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് കൂടുതൽ പറയാനുള്ളത് ഫിസിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതിൽ തന്നെ SC/ST ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ മതി. അവർക്ക് ചെസ്റ്റ് എന്ന് പറയുന്നത് 80 ഉണ്ടാവണം. 5 മീറ്ററിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവുന്നതാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് അവരുടെ ഹൈറ്റ് ഉണ്ടാവേണ്ടത്. SC/ST ആണെങ്കിൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ കൂടി വേണമെന്നുള്ളതാണ്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡുള്ള എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് വിളിക്കുക. മെയിലിന് 1600 മീറ്ററാണ് ഓടേണ്ടത്. അത് 6.3 മിനിറ്റ് കൊണ്ടാണ് അത് ഓടി തീർക്കേണ്ടതാണ്. ഫീമെയിലിന് 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ ഓടി തീർക്കണം എന്നുള്ളതാണ്. ലോങ് ജമ്പ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണെങ്കിൽ 12 അടിയും പെൺകുട്ടികൾക്കാണെങ്കിൽ 9 അടിയുമാണ് ചാടേണ്ടത്. ഹൈ ജമ്പ് എന്ന് പറയുന്നത് 3.9 അടിയും അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ 3 അടിയുമാണ് ചാടേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ 1 മാസത്തെ പരിശ്രമത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ കഴിയും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സമയബന്ധിതമായി തന്നെ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുക. ഡിഗ്രി തന്നെ വേണ്ട അസിസ്റ്റന്റ് കമാൻഡന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഇതിൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.